ഇന്ന് നമുക്കൊരു ബേസിക് ചാർട്ട് എങ്ങനെയാണെന്ന് നോക്കാം. ട്രേഡിംഗ് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തവർക്ക് വരെ ഈ ചാർട്ട് അറിഞ്ഞിരിക്കേണ്ടത് നിർബന്ധമാണ്. ഇപ്പം നമ്മളൊരു സ്റ്റോക്ക് മേടിക്കുകയാണെങ്കിൽ അതിൽ ആ സമയത്ത് അറിയേണ്ട എല്ലാ കാര്യങ്ങളും ആ ചാർട്ടിൽ നമുക്ക് കാണാൻ പറ്റും. ഞാൻ കൂടുതലായിട്ട് ട്രേഡിംഗ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ആപ്പ് എന്ന് പറയുന്നത് ഗ്രോ ആപ്പാണ്. സോ അതിലത്തെ ബേസിക് ഗ്രാഫ് വെച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. മോസ്റ്റ് ഓഫ് ദ ട്രേഡിംഗ് ആപ്പിലും ഈ ഞാൻ പറയുന്ന പോലത്തെ സെയിം പാറ്റേൺ തന്നെയാവും ഈ ബേസിക് ഗ്രാഫ്സ് ഒക്കെ ഉണ്ടാവുക. ഞാനൊരു സ്റ്റോക്ക് സെലക്ട് ചെയ്തിട്ട് അത് ഓപ്പൺ ആക്കി. സോ എൻ്റെ മുന്നിൽ ആദ്യം തുറന്നു വരുന്ന ഈ ചാർട്ടായിരിക്കും. ഇതൊരു ലൈൻ ചാർട്ടാണ്. ഇതിന്റെ പ്ലോട്ട് എന്ന് പറയുന്നത് ടൈം വേഴ്സസ് പ്രൈസ് ആണ്. ഏത് ടൈം ഫ്രെയിമിൽ വേണമെങ്കിലും നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. ഇപ്പോൾ 1 ഡേ, 1 വീക്ക്, 1 മന്ത്, 1 ഇയർ അങ്ങനെയൊക്കെ. സോ ഇത് വെച്ചിട്ട് നമുക്ക് ആ പർട്ടിക്കുലർ ടൈമിൽ നമ്മുടെ സ്റ്റോക്ക് എങ്ങനെ പെർഫോം ചെയ്തു എന്ന് മനസ്സിലാക്കാൻ പറ്റും. എന്ന് വെച്ചാൽ ആ സ്റ്റോക്കിന്റെ പ്രൈസ് എത്ര വന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ ഇപ്പോൾ വലുതായിട്ട് കാണിക്കുന്ന ഒരു പ്രൈസ് അതിൽ കണ്ടില്ലേ, അതാണ് ഇപ്പോൾ കറന്റ് ആ സ്റ്റോക്കിന്റെ പ്രൈസ്. പിന്നെ അതിന്റെ തൊട്ട് താഴെ ഉള്ളതാണ് നമ്മൾ സെലക്ട് ചെയ്ത ടൈം സ്പാനിൽ ആ സ്റ്റോക്ക് എങ്ങനെ പെർഫോം ചെയ്തു എന്ന് കാണിക്കുന്നത്. ഇപ്പൊ ഞാൻ കാണിക്കുന്ന എക്സാമ്പിൾ ചാർട്ടിൽ +2.30, 1.66%, 1W എന്ന് കാണാം. ആ 1W എന്ന് പറയുന്നത് 1 വീക്ക് ടൈം സ്പാൻ ആണ് ഡിനോട്ട് ചെയ്യുന്നത്. സോ ആ 1 വീക്ക് ടൈം സ്പാനിൽ 2.30 റുപ്പീസ് കൂടി, എന്ന് വെച്ചാൽ 1.66% ഇൻക്രീസ് അതിൽ ഉണ്ടായിട്ടുണ്ട് എന്നാണ് കാണിക്കുന്നത്. സോ ഇനി ലാസ്റ്റ് ആയിട്ട് നമ്മുടെ ഈ കോർണറിൽ ഒരു കാൻഡിൽ സ്റ്റിക്കിന്റെ സിമ്പിൾ കാണാൻ പറ്റും. അപ്പോൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ലൈൻ ചാർട്ട് കാൻഡിൽ സ്റ്റിക് ചാർട്ടായിട്ട് കൺവേർട്ട് ആകും. അപ്പോൾ കാൻഡിൽ സ്റ്റിക് ചാർട്ടിന്റെയും ബാക്കി ചാർട്ടുകളുടെ അനാലിസിസ് ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.